ഒരു കാര്യം മനസ്സിലാക്കുക, അന്നത്തെ രാഷ്ട്രീയ സാഹചര്യമല്ല ഇന്ന് ബി ജെ പിയുടെ രാഷ്ട്രീയ സാഹചര്യം. അതായത് ഈ ബി ജെ പി എന്നുള്ള കരുത്തു ചോർന്നാൽ നമ്മുടെ തീർച്ചയായും, പക്ഷെ ഞാനത് ഉൾക്കൊള്ളുന്നു. പക്ഷെ ബി ജെ പി എന്ന പ്രസ്ഥാനം ഇപ്പൊ നമ്മൾ പറയുമ്പോ ബി ജെ പി എന്ന പ്രസ്ഥാനം പഴയ പ്രസ്ഥാനമല്ല. ഈ മോദി കരുത്തനായിരുന്നു. നോക്കൂ, ഞങ്ങൾ ജനവികാരമാണ്. ജനങ്ങളെ അടിച്ചമർത്തുന്ന രീതിയിലേക്ക് ഏത് ഭരണാധികാരി, ഹിറ്റ്ലറെ പോലും പ്രതിപക്ഷത്തിന്റെ ധർമ്മം പാലിച്ചുകൊണ്ട്, ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ഇന്ത്യയുടെ മൂല്യങ്ങളെ സംരക്ഷിക്കുന്നതിന് എവിടെയൊക്കെ ഭരണകൂടം വഴിതെറ്റുന്നുവോ അവിടെയൊക്കെ ചെക്ക്മേറ്റ് വെച്ചുകൊണ്ട് ഈ ഗവൺമെന്റിനെ ഞങ്ങൾ വിമർശിച്ചുകൊണ്ടും അതിനെ പ്രതിരോധിച്ചുകൊണ്ടും മുന്നോട്ട് പോകും എന്ന സൂചനയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം ശുഭോദർക്കമായ ഒരു സൂചനയാണ് ഇന്ത്യ സഖ്യം മുന്നോട്ട് വെച്ച് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ബാബു, മഹാരാഷ്ട്രയിൽ തുടങ്ങിയ അടി അവിടെ പൊട്ടലും ചീറ്റലും തുടങ്ങിയിരിക്കുന്നു. ഈ പറയുന്ന ഒരു പാർട്ടിയെ പൊളിച്ച് തങ്ങളോടൊപ്പം ചേർത്ത ആ പാർട്ടിയിലെ മുഴുവൻ ആളുകളും ഇപ്പൊ തിരിച്ചു വീണ്ടും NCP-യിലേക്ക് പോകാനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് കേൾക്കുന്നത്. രാജസ്ഥാനിൽ അടിപൊട്ടിയിരിക്കുന്നു. കാരണം മുഴുവൻ സീറ്റും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ രാജസ്ഥാനിൽ വലിയ തോതിൽ സീറ്റ് കോൺഗ്രസ് ഇത്തവണ പിടിച്ചു. അങ്ങനെ ഓരോ സ്ഥലത്തും ഞാൻ പറഞ്ഞല്ലോ, യൂണിഫോം അഴിച്ചു വെച്ച പോലീസുകാരുടെ അവസ്ഥ എന്താ? ആ അവസ്ഥയിലേക്ക് ഈ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് പോകും. നമസ്കാരം. ഇന്ത്യ സഖ്യം ഇപ്പൊ എടുത്ത തീരുമാനം വിനോട്ട നല്ലൊരു തീരുമാനമായിട്ട് തോന്നുന്നു. തീർച്ചയായിട്ടും അവര് ഇപ്പോ മന്ത്രിസഭ തട്ടിക്കൂട്ടുവാണെങ്കിൽ ശരിക്കും ഏകദേശം പോയ ഒരു വർഷം മാത്രമേ അതിൽ ഒരു ആയുസുണ്ടാവുള്ളൂ. അല്ല, അവര് ഭയങ്കര ഗ്രീഡിയാണെന്നുള്ളൊരു സംഭവം വരുമല്ലോ. അതായത് അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്ന് അധികാരത്തിൽ ഏത് വിധേനയും എത്തിപ്പെടുന്നതിന് എന്ത് മാർഗങ്ങളും ഉപയോഗിച്ച് അധികാരത്തിൽ വരണം എന്നുള്ള രീതിയിൽ അത്യാഗ്രഹികളാണ് ഈ പറയുന്ന ആളുകൾ എന്ന ഒരു നറേറ്റീവ്, ഒരു പിക്ചർ വരുമല്ലോ. അത് ഒരിക്കലും ഇന്ത്യൻ ജനാധിപത്യത്തിന് ഗുണകരമായ ഒരു കാര്യമല്ല. എങ്ങനെയും അധികാരത്തിൽ വരിക എന്നുള്ളതല്ല യഥാർത്ഥത്തിൽ. അത് നരേന്ദ്രമോദി കൂടി പഠിക്കേണ്ടതുണ്ട്. എങ്ങനെയും അധികാരത്തിൽ വരിക, എന്ത് നീചമായ നികൃഷ്ടമായ മാർഗം ഉപയോഗിച്ചും അധികാരം ഉറപ്പിക്കുക, നിലനിർത്തുക, അതിനെന്ത് വഴിവിട്ട മാർഗങ്ങളും സ്വീകരിക്കുക എന്നതല്ല യഥാർത്ഥത്തിൽ മെച്ചപ്പെട്ട ജനാധിപത്യം ആവശ്യപ്പെടുന്ന, മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങളും ധാർമ്മികതയും ഒന്നും. അത് ഒന്നുകൂടി പഠിപ്പിച്ചു കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ സഖ്യം ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർക്കും ഇതുപോലെ കാര്യം അല്ല, അവർ വളരെ വ്യക്തമായി അവർ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഇത്തരം ഒരു തീരുമാനം പറഞ്ഞു. കാര്യം അത് അത്തരം രീതിയിലേക്ക് അവർ തന്നെ മുൻകൂട്ടി ഈ ഇപ്പോ BJP-യിലേക്ക് പോയ പാർട്ടികളൊക്കെ എന്താണ് BJP ചെയ്തത് എന്നുള്ളത് ശരിക്കും ഇവർക്ക് പിക്ചറിലുണ്ട്. അതായത് ഒന്നുമല്ലാതാക്കുക എന്നുള്ളതാണ്. പക്ഷെ എന്താണ് ഇന്ത്യ ഈ 2024 തെരഞ്ഞെടുപ്പിൽ നൽകിയ മാൻഡേറ്റ്? പ്രതിപക്ഷത്തുള്ള ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഭരിക്കാനുള്ള അവകാശം അല്ലെങ്കിൽ സീറ്റ് അവർക്ക് കൊടുത്തിട്ടില്ല. അതിനെ ആദ്യം ഇന്ത്യ സഖ്യം അംഗീകരിച്ചു എന്ന് പറയുന്നത് ഞാൻ പറയുമ്പോൾ പാലിക്കേണ്ട മിനിമം മര്യാദ ഇന്ത്യ സഖ്യം പാലിച്ചു എന്നാണ്. ഞങ്ങൾക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം നൽകിയിട്ടില്ല. ഞങ്ങൾ ശക്തമായ പ്രതിപക്ഷമായി പക്ഷേ അവിടെ തന്നെ ഒരു പ്രതീക്ഷയുണ്ട്. രാഹുൽ ഗാന്ധി ഉയർത്തിപ്പിടിച്ച ഒരു ചെറിയ പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ ചട്ടയിൽ നമ്മൾ വായിച്ചത് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. പ്രതിപക്ഷത്തിന്റെ ധർമ്മം പാലിച്ചുകൊണ്ട്, ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ഇന്ത്യയുടെ മൂല്യങ്ങളെ സംരക്ഷിക്കുന്നതിന് എവിടെയൊക്കെ ഭരണകൂടം വഴിതെറ്റുന്നുവോ അവിടെയൊക്കെ ചെക്ക്മേറ്റ് വെച്ചുകൊണ്ട് ഈ ഗവൺമെന്റിനെ ഞങ്ങൾ വിമർശിച്ചുകൊണ്ടും അതിനെ പ്രതിരോധിച്ചുകൊണ്ടും മുന്നോട്ട് പോകും എന്ന സൂചനയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം ശുഭോദർക്കമായ ഒരു സൂചനയാണ് ഇന്ത്യ സഖ്യം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇന്ത്യ സഖ്യം ഭരിക്കുന്നില്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. ഇന്നിപ്പോ NDA അധികാരത്തിലേക്ക് വരുന്നതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. പോർട്ട്ഫോളിയോ സംബന്ധിച്ച തീരുമാനങ്ങളൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ കാണാം ഇവരുടെയൊക്കെ ബാർഗൈനിങ് കപ്പാസിറ്റി എന്താണ്. ഇപ്പോൾ ഈ ഇന്ത്യ സഖ്യ ഈ NDA മുന്നണിയെ നിലയ്ക്ക് നിർത്തുന്ന അല്ലെങ്കിൽ ഭരണത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ ഈ ഘടക കക്ഷികളുടെയൊക്കെ അവരുടെയൊക്കെ ബാർഗൈനിങ് കപ്പാസിറ്റി എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പോർട്ട്ഫോളിയോ നിശ്ചയിക്കുമ്പോഴൊക്കെ നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ഈ കാര്യം വലിയ നല്ല രീതിയിലേക്കല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യം ഇപ്പോഴെ തന്നെ മന്ത്രിസ്ഥാനൊക്കെ ഒരുപാട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർക്ക് ആവശ്യപ്പെടാമല്ലോ, അവരുള്ളത് കൊണ്ടാണല്ലോ ഈ NDA ഇപ്പൊ ഭരണത്തിലേക്ക് വരുന്നത്. നമ്മൾ ചെയ്ത ന്യൂസിലെ മമത വെച്ച വലിയ വെടി തന്നെയാണ്. തീർച്ചയായും മമത കൊടുത്തൊരു സാധനം എന്താണ്, പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് നിതീഷ് കുമാറിനെ ഉയർത്തി കാണിക്കുക എന്നുള്ള സാധനം തന്നെ ഏറ്റവും വലിയ അടിയാണ്. കാര്യം അതെന്നും അധികാരമോഹികളായ ഇവർക്ക് എന്നും മനസ്സിന്റെ അകത്തുണ്ടാവും. കാരണം അദ്ദേഹം അത് ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. അദ്ദേഹം അത് ആഗ്രഹിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ സഖ്യത്തിന്റെ കൺവീനർ പദവി വേണമെന്ന് പറഞ്ഞതും ഇന്ത്യ സഖ്യം ഉണ്ടാക്കുന്നതുമൊക്കെ. അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ, ഇത്തരത്തിൽ രാഷ്ട്രീയത്തെ സാധ്യതകളുടെ ഒരു വലിയ കലയാണല്ലോ രാഷ്ട്രീയം എന്ന് പറയുന്നത്.
ആ രാഷ്ട്രീയത്തെ തനിക്ക് അനുകൂലമാക്കി മാറ്റുന്നതിൽ ഇത്രമാത്രം മെയ്വഴക്കം കാണിച്ച മറ്റൊരു നേതാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ അകത്തുണ്ട് ഏറ്റവും മികച്ച ഒരു സ്ഥാനം എന്നുള്ള നിലയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം തന്നെ. ഇവിടെ ദേവഗൌഡ പ്രധാനമന്ത്രി ആയിട്ടില്ലേ? തീർച്ചയായും. ഇവിടെ ചന്ദ്രശേഖർ പ്രധാനമന്ത്രി ആയിട്ടില്ലേ? ചരൺ സിംഗ് പ്രധാനമന്ത്രി പക്ഷേ വേറെ വിഷയമുണ്ട്. ഈ നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ബിജെപിയിൽ എത്ര കാലം നിന്നാലും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ കഴിയില്ല എന്നുള്ള പിക്ചർ നിലനിൽക്കുന്നുണ്ട്. നരേന്ദ്രമോദി അല്ലെങ്കിൽ അമിത്ഷാ ഉണ്ടാവുന്ന കാലത്ത്. അല്ല, അങ്ങനെ പറഞ്ഞുകൂടാ. കാരണം എന്താന്ന് വെച്ചാല് നമ്മൾ ഒരു ഭരണാധികാരിയെയും അങ്ങ് ലോകാവസാനം വരെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷേ ബിജെപിയുടെ കാര്യത്തിൽ എടുത്തു പറയാൻ കഴിയും. കാര്യം അവർക്ക് വിട്ടുവീഴ്ച എന്ന് പറയുന്നത് ഒന്ന് ഈ മോദി ഒരു കാരണവശാലും നരേന്ദ്രമോദി ഒരു കാരണവശാലും എന്താണ് പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് വിട്ടുവീഴ്ച ഉണ്ടാവില്ല എന്ന് ഉള്ളൊരു കാഴ്ചപ്പാട്. ഞാൻ ചോദിക്കട്ടെ, LK അദ്വാനി ഇതുപോലെ ഒരു മ്യൂസിയം പീസായി മാറും, പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, അന്നത്തെ രാഷ്ട്രീയ സാഹചര്യമല്ല ഇന്ന് ബിജെപിയുടെ രാഷ്ട്രീയ സാഹചര്യം. അതായത് ഈ ബിജെപി എന്നുള്ള കരുത്തു ചോർന്നാൽ നമ്മുടെ തീർച്ചയായും. പക്ഷെ ഞാനത് ഉൾക്കൊള്ളുന്നു. പക്ഷെ ബിജെപി എന്ന പ്രസ്ഥാനം ഇപ്പൊ നമ്മൾ പറയുമ്പോ ബിജെപി എന്ന പ്രസ്ഥാനം പഴയ പ്രസ്ഥാനമല്ല. ഈ മോദി കരുത്തനായിരുന്നു. നോക്കൂ, താങ്കൾ ഒരു കാര്യം കൂടെ ചിന്തിക്കേണ്ടതുണ്ട്. അതായത് പുതിയ ആളുകൾക്കാണ് ഇവിടെ സ്ഥാനങ്ങൾ കൊടുക്കുന്നത്. പഴയ ആളുകളൊക്കെ തഴഞ്ഞു പോകുന്ന ഒരു അവസ്ഥ. പണ്ട് കാലങ്ങളിൽ വാജ്പേയിയുടെ കാലങ്ങളിൽ പോലും ഇത്തരം രീതിയിലേക്ക് പുതിയ ആളുകൾ എൻട്രി ചെയ്തിട്ടുള്ള സ്വഭാവം ഉണ്ടായിരുന്നില്ല. പക്ഷെ ജയസാധ്യതയുള്ള സ്ഥലങ്ങളിൽ കയറി വന്നായിരുന്നു. പക്ഷെ ഇത്രത്തോളം ആളുകൾക്ക് പഴയ ആളുകൾക്ക് പരിഗണന കൊടുക്കാത്തൊരു കാലം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഈ വാജ്പേയിയുടെ ഭരണം എത്രത്തോളം ജനങ്ങള് ഉൾക്കൊണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ തന്നെ മോദിയുടെ ഭരണം ആരാണ് ഉൾക്കൊള്ളുന്നത്? കുറെ ആളുകൾ ഉൾക്കൊള്ളാതിരിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോ എന്താണ് പറയാ 400 സീറ്റിൽ വരാമെന്ന് പറഞ്ഞ് 240-245 സീറ്റിൽ ഒതുങ്ങാൻ കാരണം. അത്തരം രീതിയിലേക്കുള്ള ഒരു സംഭവം ജനവികാരമാണ്. ജനങ്ങളെ അടിച്ചമർത്തുന്ന രീതിയിലേക്ക് ഏത് ഭരണാധികാരി, ഹിറ്റ്ലറെ പോലും തോൽപ്പിച്ച രാജ്യമാണ്. അതായത് ഹിറ്റ്ലർ പോലും തോൽപ്പിച്ചിട്ടുണ്ട് ജനങ്ങള്. അപ്പോ ഇത്തരം രീതിയിലേക്കൊക്കെ നമ്മളിപ്പോ ജനങ്ങളെ നോക്കാതെ ഭരിക്കുന്ന ഒരു സർക്കാരുകൾക്ക് എന്തെങ്കിലും ഒരു ദിവസം പണി കിട്ടും. പ്രകൃതി എന്നുള്ള ദൈവം മാറ്റി നിർത്തിയാൽ. ഞാനൊരു കാര്യത്തിൽ സന്തുഷ്ടനാണ്. എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ തിരിച്ചു വന്നിരിക്കുന്നു. ഇന്ത്യയുടെ ഭരണഘടനയുടെ ശക്തി ഒന്നുകൂടി ഉറപ്പിച്ചിരിക്കുന്നു. ഇന്ത്യയിൽ ജനാധിപത്യത്തിന്റെ ഒരു ശുദ്ധവായു കടന്നു വരാൻ പോകുന്നു. ജനാധിപത്യം എന്ന് പറയുന്നത് ജനങ്ങളുടെ ഇച്ഛയാണ് എന്ന് ഒരിക്കൽ കൂടി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾക്ക് ഇന്ത്യയിൽ അല്പായുസ് മാത്രമാണുള്ളത് എന്ന് ഇന്ത്യ വീണ്ടും ഒരിക്കൽ കൂടി നിരൂപിച്ചിരിക്കുന്നു. ഇങ്ങനെ തുടങ്ങി വളരെ സുന്ദരമായ ആ അർത്ഥത്തിൽ ഞാൻ പറയുന്നത് ഇന്ത്യ സഖ്യം എടുത്ത തീരുമാനമുണ്ടല്ലോ. ഇന്ത്യ സഖ്യം ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കാൻ പോകുന്നു. ഈ പറയുന്ന മന്ത്രിസഭ രൂപീകരിക്കുന്നതുമൊക്കെയായി ബന്ധപ്പെട്ട് തുടങ്ങുമ്പോൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ബാബു. മഹാരാഷ്ട്രയിൽ തുടങ്ങിയ അടി അവിടെ പൊട്ടലും ചീറ്റലും തുടങ്ങിയിരിക്കുന്നു. ഈ പറയുന്ന ഒരു പാർട്ടിയെ പൊളിച്ച് തങ്ങളോടൊപ്പം ചേർത്ത ആ പാർട്ടിയിലെ മുഴുവൻ ആളുകളും ഇപ്പൊ തിരിച്ചു വീണ്ടും NCPയിലേക്ക് പോകാനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് കേൾക്കുന്നത്. രാജസ്ഥാനിൽ അടിപൊട്ടിയിരിക്കുന്നു. കാരണം മുഴുവൻ സീറ്റും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ രാജസ്ഥാനിൽ വലിയ തോതിൽ സീറ്റ് കോൺഗ്രസ് ഇത്തവണ പിടിച്ചു. അങ്ങനെ ഓരോ സ്ഥലത്തും ഞാൻ പറഞ്ഞല്ലോ, യൂണിഫോം അഴിച്ചു വെച്ച പോലീസുകാരുടെ അവസ്ഥ എന്താ? ആ അവസ്ഥയിലേക്ക് ഈ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് പോകും. അവർക്ക് അത് വളരെ വൈകാതെ സംഭവിക്കുന്ന ഞാൻ പറയുന്നത്. കരുത്തു ചോർന്നു പോയാൽ അദ്വാനി എങ്ങനെ മ്യൂസിയം പീസായോ, അദ്വാനി എങ്ങനെ മമ്മിയായി ഈ പിരമിഡിൽ അടയ്ക്കപ്പെട്ടുവോ, അതുപോലെ നരേന്ദ്രമോദിയുടെ ഈ തരത്തിലുള്ള തകർച്ച, അദ്ദേഹത്തിന്റെ ശക്തി ചോർന്നു പോയിരിക്കുന്നു, അദ്ദേഹത്തിന്റെ കരുത്ത് ചോർന്നു പോയിരിക്കുന്നു. അദ്ദേഹം ആർക്കും തട്ടിക്കളിക്കാവുന്ന ഒരാളായി വളരെ വൈകാതെ മാറും എന്ന് തന്നെയാണ് ഇന്ത്യൻ രാഷ്ട്രീയം സൂചന നൽകുന്നത്. മോദി ഗ്യാരണ്ടി എന്നുള്ള ഒരു വാക്ക് പോലും ഇനി ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥ അല്ലെ? ഞാനാണ്, അതായത് ഒരു പാർട്ടിയെ മാറ്റി നിർത്തി ഞാൻ എന്റെ ഗ്യാരണ്ടി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോയ മോദിക്ക് ജനങ്ങൾ കൊടുത്ത പണി തന്നെയാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.